ഈ സിനിമയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഇത് സിനിമ ഇറങ്ങിയ സമയത്തുള്ള ചർച്ചയിലും ഒരിക്കലും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഇപ്പൊ സലീം മടവൂർ ഉന്നയിച്ചത്. ഈ സിനിമ ലൈംഗിക ആസക്തിയുള്ള സിനിമയാണ്, സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സിനിമയാണ് എന്നാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. ഞാൻ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജനം ടി വിയിലടക്കം മറ്റു ടി വികളിലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ഒരു ആരോപണം ഇപ്പൊ സലീം മടവൂർ കൊണ്ടുവരികയാണ്. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ഇന്ന് 8 മണിക്ക് കുടുംബങ്ങളിൽ ഈ സിനിമ നേരിട്ട് എത്തുകയാണ്. ഒരാൾക്കും എതിർക്കാനാവാത്ത വിധം എല്ലാ വീടുകളിലും സ്ത്രീകളും കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണാൻ പോവാണ്. അതിന്റെ വേവലാതിയാണ് സത്യത്തിൽ സലീം മടവൂർ ഇപ്പൊ പറയുന്നത്. കാരണം ഈ സിനിമ കാണാൻ കൊള്ളില്ല, ഇത് ലൈംഗികമായ അസഭ്യങ്ങളുള്ള അല്ലെങ്കിൽ കുടുംബം ഒരുമിച്ച് കാണാൻ പറ്റാത്ത സിനിമയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, ആ സിനിമ കാണണ്ട എന്ന് വെപ്പിക്കുക. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. ഇത് നമ്മൾ തിരിച്ചറിയണം ആദ്യം തന്നെ. കാരണം ഈ സിനിമ വന്ന സമയത്തോ ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ട സമയത്തോ ഒന്നും ഇത് ഒരു ലൈംഗികമായ സിനിമയാണ് എന്ന് ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിട്ടേയില്ല. ഇത് ഒന്നാമത്തെ കാര്യം. 2, സലീം മടവൂരിനെ പോലുള്ള ഇടതുപക്ഷക്കാർക്ക് ലൈംഗികതമായ ഇത്തരം കാര്യങ്ങളോട് ഇത്ര കണ്ട് എതിർപ്പും വെറുപ്പും ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഒരു തരം ഒരു നാണം വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നതിന്. എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. ഇവിടെ SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളവർമ്മ കോളേജിൽ അടക്കമുള്ള പ്രമുഖമായിട്ടുള്ള കോളേജുകളിൽ മൃഗങ്ങൾ രതിയിൽ ഏർപ്പെടുന്നതിന്റെയും സംഭോഗം നടത്തുന്നതിന്റെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെയും ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ നഗ്നമായ ചിത്രങ്ങൾ വരച്ചു വെച്ച് കുട്ടികളെ കാണിക്കുന്ന അത്തരം നിരവധി സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അത് നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതിനേറെ പറയുന്നു സരസ്വതി ദേവിയെ പോലും അത്തരത്തിൽ വികൃതമായ രീതിയിൽ വരച്ചവരാണ്. ഞാൻ അതിലേക്കാ വരുന്നത്. നമ്മുടെ ദേവീദേവന്മാരെ നഗ്നമായി വരച്ച് അവര് സംഭോഗത്തിൽ ഏർപ്പെടുന്നതിന്റെ നഗ്ന ചിത്രങ്ങൾ വരച്ചു വെച്ച് ആ വരച്ചയാൾക്ക് അവാർഡ് കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് ശ്രീ സലീം മടവൂര്. എന്നിട്ട് ഈ സിനിമയിലെ ലൈംഗികമായ സിനിമയാണ്, ഇത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഇന്ന് കോടാനുകോടി ഭാരതീയർ ഈ സിനിമ കാണാൻ പോകുന്നു, ആ സിനിമ കാണരുത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കുപ്രചരണമാണ്. അത് നടക്കാൻ പോകാത്ത ഒരു കാര്യമാണ്. 2, ഇദ്ദേഹം പറയുന്നത് 230 കോടി രൂപ നേടിയാൽ വലിയ സിനിമയാവുമെന്നാണ്. ഇല്ല, 230 കോടി രൂപ നേടിയാൽ സിനിമയാവോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തർക്കിക്കാനില്ല. പക്ഷേ ആ സിനിമ കണ്ടവരാരും അതിന്റെ എഡിറ്റിംഗിൽ, അതിന്റെ സംവിധാനത്തിൽ, അതിന്റെ ഫോട്ടോഗ്രാഫിയിൽ, അതിന്റെ സിനിമാറ്റോഗ്രാഫിയിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം പറയാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം ക്ലിനിക്കൽ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അതിനകത്ത് നിസ്സഹായരായിട്ടുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് ഈ പ്രണയക്കെണിയിൽ പെട്ട് അവരെ പ്രലോഭിപ്പിച്ച് അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നത് എന്ന് ഇത് പറഞ്ഞിട്ടുള്ളത് സലീം മടവൂരെ കേരളത്തിലെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു കേസിൽ 2 പെൺകുട്ടികളാണ്. എങ്ങനെയാണ് തങ്ങളെ ഇത്തരത്തിൽ കെണിയിൽപ്പെടുത്തിയത്, തങ്ങളുടെ നഗ്നചിത്രങ്ങൾ എടുത്ത് തങ്ങളെ കെണിയിൽപ്പെടുത്തി ലൈംഗികമായി അടിമകളാക്കി ഉപയോഗിച്ച് അത് വെച്ച് തങ്ങളെ മതം മാറ്റാൻ ശ്രമിച്ചതിന്റെ 2 കേസ് ഷഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. വായിക്കണം ശ്രീ സലീം മടവൂർ. ആ കേസില് ജസ്റ്റിസ് ശങ്കരൻ, KT ശങ്കരന്റെ വിധിയുണ്ടല്ലോ. അതിനെ തുടർന്നാണല്ലോ കേരളത്തിൽ നിരവധി മതം മാറ്റങ്ങൾ നടക്കുന്നു, ആ മതമാറ്റങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയും കേരളത്തിൽ മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവരണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് KT ശങ്കരന്റെ ജഡ്ജ്മെന്റിലാണ്. എന്നിട്ട് അത്തരം സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, ഇപ്പൊ നിമിഷ ഫാത്തിമ എങ്ങനെയാണ് ഇത്തരത്തിൽ പെട്ടത് എന്നുള്ളത് നിമിഷയുടെ അമ്മയെ വിളിച്ച് ചർച്ചയിൽ ചോദിക്കണം. ആദ്യം ഈ കുട്ടിയെ ഈ പ്രണയക്കെണിയിൽപ്പെടുത്തി ആ കുട്ടിയെ വഞ്ചിച്ച, ലൈംഗികമായി ഉപയോഗിച്ച ഒരുത്തൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അയാൾക്കെതിരെ കേസുണ്ടോ? അയാൾക്കെതിരെ എത്ര തവണ നിമിഷയുടെ അമ്മ നമ്മുടെ TV ചാനലുകൾക്കൊന്ന് സംസാരിച്ചു, അയാളുടെ പേരടക്കം. അതിനുശേഷമല്ലേ മറ്റൊരു ആളിലേക്ക് എത്തിയത്, അയാളല്ലേ നിമിഷയെ കൊണ്ടുപോയത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു അവരെയൊക്കെ എന്താ തിരിച്ചു കൊണ്ടുവരാത്തതെന്ന്. നിമിഷ എന്താണ് പത്രക്കാരോട് പറഞ്ഞത്? ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറല്ല എന്നാണ്. ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറില്ല. ഇനി വന്നാൽ തന്നെ എടുക്കാൻ സാധ്യമല്ല, കൊണ്ടുവരാൻ സാധ്യമല്ല.
ISIയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എല്ലാ നിലയ്ക്കും ISIയുടെ ട്രെയിൻ കിട്ടിയിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവർക്ക് ബിരിയാണിയും അതേപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ ജയിലിൽ കൊണ്ടുപോയി കൊടുത്ത് അവരെ ഊട്ടി വളർത്തണം എന്നാണോ പറയുന്നത്? നടക്കില്ല സലീം മടവൂരെ. അവിടെ പോയി ഡോക്ടറീൻ ആയിട്ടുള്ള തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടയായിട്ടുള്ള തനി തീവ്രവാദികളായി മാറിയിട്ടുള്ള ആളുകളെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് നല്ലവളയാക്കാനൊന്നും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യ സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് രാജ്യത്തിന്റെ സുരക്ഷയെ ബേസ് ചെയ്തിട്ടുള്ള നിലപാടാണ് സാർ. അത് മനസ്സിലാക്കാൻ ദേശീയ ബോധം വേണം. രാഷ്ട്രത്തോട് അല്പമെങ്കിലും കടപ്പാടും കടമയും വേണം. അത് മനസ്സിലാക്കാൻ അല്പം ദേശസ്നേഹം മനസ്സിലുണ്ടാവണം.